സുരേഷ്, പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിലാണ് BJP ഇപ്പോൾ വലിയ ആഘോഷ പരിപാടി നടത്തുന്നത്. കാരണം പാലക്കാട്ടെ അകത്തേത്തറ പഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് കഴിഞ്ഞ 38 വർഷമായി ഭരിച്ചിട്ടുള്ളത് CPM ആണ്. ആ CPMന്റെ 38 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് BJP ഈ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു ആവേശം അതാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അകത്തേത്തറ പഞ്ചായത്തിലെ മുഴുവൻ ആ മെമ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പഞ്ചായത്തിൽ ഇപ്പോൾ BJPയുടെ വലിയ ഒരു ആൾക്കൂട്ടങ്ങൾ നിരന്നുകൊണ്ടുള്ള ആഘോഷ പ്രകടനം. ഏതായാലും പാലക്കാട് ഈ അകത്തേത്തറ പഞ്ചായത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തി എന്നുള്ളത് ഇത് അകത്തേത്തറയിലെ ഒരു ചരിത്രമാണ്. ഇവിടുത്തെ ഒരു ജനങ്ങളുടെയൊക്കെ വലിയ സന്തോഷമാണ്. ഒരു മുഖത്ത് നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എത്രമാത്രം സന്തോഷത്തിലാണ് അവരെ എന്നുള്ളത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അകത്തേത്തറയിൽ ചരിത്രമാണല്ലേ? അകത്തേത്തറയിലെ പതിറ്റാണ്ടുകളായിട്ടുള്ള CPM ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരാൻ പോവുകയാണ്. അകത്തേത്തറയിലെ വർഷങ്ങളായിട്ടുള്ള വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കണമെന്ന് അകത്തേത്തറയിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. നടക്കാവ് മേൽപ്പാലം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അകത്തേത്തറയിലെ വികസന പ്രശ്നങ്ങളുണ്ട്. അതിന് പരിഹാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഉണ്ടാക്കാൻ കഴിയും. മണ്ഡലം പ്രസിഡന്റ് കൂടെയാണ്. ഒരുപാട് മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാനായി ഭരണത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെ കാണുന്നു? വളരെയധികം സന്തോഷം. അകത്തേത്തറയുടെ വിജയമാണ്. ഇത് മുഴുവൻ അകത്തേത്തറയുടെ ആഘോഷമാണ് ഇന്നത്തെ ദിവസം. സൗണ്ടൊക്കെ പോയിട്ടുണ്ടോ അല്ലേ? മെമ്പർമാരൊക്കെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം കാണുന്നത്? 38 കൊല്ലത്തെ CPMനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ട് മാത്രമാണ് BJP ഭരണം ജനങ്ങളായിട്ട് തന്നാണ്. ജനങ്ങളും പ്രവർത്തകരുമാണ് ഇതിന്റെ എല്ലാത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് കർത്തവ്യം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം അകത്തേത്തറയിൽ കൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ പ്രവർത്തകരും മറ്റൊക്കെ ഇവരുടെ പുറകിലായിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷം കൊടുക്കണം. എത്രത്തോളം സന്തോഷത്തിലാണ്? സന്തോഷം, വളരെ സന്തോഷം. ജനങ്ങൾ ഒന്നായി BJPക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. 37 വർഷത്തെ ദുർഭരണത്തിന് അവസാനം വന്നിരിക്കുകയാണ്. BJP അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ചരിത്രം മാറ്റിക്കുറിച്ചു. അകത്തേത്തറ ഈ പ്രാവശ്യം പിടിച്ചതിലെല്ലാം എല്ലാവർക്കും സന്തോഷമുണ്ട്. അകത്തേത്തറ പഞ്ചായത്ത് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ഭരിച്ചു കാണിച്ചു കൊടുക്കും. വലിയ സന്തോഷമാണ്. സ്ത്രീകളൊക്കെ സന്തോഷമാണ് ഞങ്ങൾക്കിപ്പോ ഭരണത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭരണത്തിലൂടെ കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ്. അതായത് ഒരുപാട് സ്ത്രീകളും മറ്റൊക്കെ പുറകിലായിട്ടുണ്ട്. വലിയ വാദ്യമേളങ്ങളും മറ്റൊക്കെ ആയിട്ടാണ്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മൾ 35 വർഷത്തെ ഭരണം പൊളിച്ചെടുക്കും. അവർ കയറി വരുന്നതാണ് നമുക്ക് എന്താണ് വികസനം എന്ന് കാണിച്ചു കൊടുക്കുക അകത്തേത്തറ ഗവൺമെന്റ്. ഏതായാലും ഒരുപാട് പേര് ഇവിടെ ഇതിന് പുറകിലായിട്ട്, ഒരുപാട് ആളുകൾ വാദ്യമേളങ്ങളും മറ്റൊക്കെ ആയിട്ട് ഉണ്ട്. അവരൊക്കെ ഈ ഒരു നിമിഷം വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഏതായാലും അകത്തേത്തറ പഞ്ചായത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഈ അകത്തേത്തറ പഞ്ചായത്ത് എന്നുള്ളത് 37-38 വർഷത്തോളമായി CPM ഭരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് വലിയ രീതിയിൽ നിരവധി പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ജനം TVയുടെ ജനസഭ തന്നെ നടന്നത് ഈ ഒരു പഞ്ചായത്തിൽ വെച്ചായിരുന്നു. ജനസഭ നടത്തിയ ഒരു പ്രദേശം എന്നുള്ളത് അകത്തേത്തറയിലെ ഒരു മേൽപ്പാലമുള്ള മേഖലയായിരുന്നു. ആ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന മേഖല, ആ മേൽപ്പാലം നിർമ്മാണം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കാലത്ത്, അതായത് VS അച്യുതാനന്ദൻ ഈ മലമ്പുഴയിലെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് അവിടെ മേൽപ്പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ആരംഭിച്ചത്. പക്ഷേ ആ പാല നിർമ്മാണം ഇപ്പോഴും പൂർത്തിയാവാതെ ഏകദേശം ഇത്രയും വർഷമായി. VS അച്യുതാനന്ദന് ശേഷം A. പ്രഭാകരൻ എന്ന വ്യക്തി മലമ്പുഴയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ടും ആ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാവാതെ ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ഇത്തരത്തിൽ തന്നെയാണ് ഈ VS അച്യുതാനന്ദന്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പോലും ഇപ്പോഴും രണ്ടാം ഇടതുപക്ഷ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ഈ അകത്തേത്തറ നിവാസികളോടുള്ള അവഗണന, അത് തന്നെയാണ് 35 വർഷം അടക്കി ഭരിച്ച ഇടത് മുന്നണിയോട് അകലം പാലിക്കാൻ, അവരെ തിരസ്കരിക്കാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ആ ഒരു ആഹ്ലാദം തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്, അല്ലേ?
യെസ്, പാലക്കാട് വലിയ വിജയാഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ. അകത്തേത്തറ പഞ്ചായത്ത് 35 വർഷത്തെ ഇടത് ഭരണം തൂത്തെറിഞ്ഞുകൊണ്ട് വലിയ വിജയം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം അപാലവൃന്ദം ജനങ്ങൾ ആ ഗ്രാമം ഒന്നാകെ ആ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. BJP NDA ഉജ്ജ്വലമായ വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ്. അവരുടെ ഓരോ ആൾക്കാരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങ് അനന്തപുരിയിലും അതിനേക്കാൾ അലതല്ലുന്ന ഒരു ആഹ്ലാദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തലസ്ഥാനത്തെ നഗരസഭ പിടിച്ചെടുത്തതിന്റെ 40 വർഷക്കാലം ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ആ തലസ്ഥാനം ഭദ്രമാക്കാൻ വികസിത അനന്തപുരി എന്ന പ്രഖ്യാപിത ലക്ഷ്യം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ആ ജനങ്ങൾ ആ പ്രഖ്യാപനങ്ങൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 50 വാർഡുകളിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കാൻ BJP NDA സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഓരോ സ്ഥാനാർത്ഥിയും എതിരാളികളെ ബഹുദൂരം പിന്തള്ളിയാണ് ഉജ്ജ്വലമായ വിജയം സ്വന്തമാക്കിയതെന്നാണ്. ആ വിജയാഹ്ലാദത്തിലാണ് അനന്തപുരി ഒന്നാകെ. മരാർജി ഭവന് ദിനം അല്പസമയത്തിനകം തന്നെ ആഹ്ലാദ പ്രകടനം ആരംഭിക്കും. സംസ്ഥാന നേതാക്കൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കിയതിന്റെ വിജയാഹ്ലാദം BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയ ആഹ്ലാദ പ്രകടനം, വിജയ ആഹ്ലാദ റാലി. തമ്പാനൂരിൽ നിന്നും തുടങ്ങി കിള്ളിപ്പാലം, കരമന, പൂജപ്പുര, ജഗതി, വഴുതേക്കാട്, പാളയം പട്ടം, കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ടയിൽ റാലി സമാപിക്കും. വിനീഷ് ശരിയാണ് വിശദാംശങ്ങളുമായി. വിനീഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ ചരിത്ര നേട്ടത്തിന്റെ വിജയ ആഹ്ലാദം. രാജീവ് ചന്ദ്രശേഖറുണ്ട്, മറ്റേതൊക്കെ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ ഈ ആഘോഷ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാവുകയാണ്.